പ്രാർത്ഥനയ്ക്കാണ് നമുക്കെല്ലാവർക്കും എഴുന്നേൽക്കാം. മഹാപരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ ദൈവമേ, സ്തുതിക്കപ്പെട്ടവനേ, ഇന്ന് ദൈവത്തിന്റെ പ്രഭാതത്തിൽ അങ്ങയുടെ പദവെടുത്തതിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ദൈവമേ, അവിടുന്ന് ഞങ്ങളെ സഹായിക്കുന്നതാവുന്ന സ്തുതിക്കുന്നു. ദൈവമേ, അടിയങ്ങളുടെ പാദവെടുത്തതിലേക്ക് അടുത്തു വരട്ടെ. ഞങ്ങളുടെ ഹൃദയവും കാമനും സമാധാനവും ഞങ്ങളുടെ മേൽ ആവശ്യപ്പെടുന്ന സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സഹായിക്കണം. ഈശ്വരനാമത്തിലെ ദൈവനാമത്തിനായി ക്രിസ്തീയ ഗീതങ്ങൾ 245 ഗീതം നമുക്ക് പാടാം. ഇന്നത്തെ ആരാധനയിലേക്ക് എല്ലാവരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയോടുകൂടി നമുക്ക് തുടർന്നുള്ള ആരാധനയിൽ സംബന്ധിക്കാം. ദൈവമാത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, നിനക്ക് സകല ഹൃദയങ്ങളും തുറന്നിരിക്കുന്നവയും സകല ആഗ്രഹങ്ങളും അറിയപ്പെട്ടവയും നിന്നിൽ നിന്ന് രഹസ്യങ്ങളൊന്നും അറിവില്ലാത്തതുമാകുന്നുവല്ലോ. ഞങ്ങൾ നിന്നെ പൂർണ്ണമായി സ്നേഹിക്കുവാനും നിന്റെ പരിശുദ്ധ നാമത്തെ യോഗ്യമായി മഹത്വപ്പെടുത്തുവാനും നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ നിശ്വാസത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിലവുകളെ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം വെടിപ്പാക്കണമേ. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു.
മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അരുളി ചെയ്തത് ഇസ്രായേലേ കേൾക്കാം. നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവാകുന്നു. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കേണ്ടതാകുന്നു. ഇതാകുന്നു ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തെ അതിനോട് സമം, അതായത് നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഇവയിൽ വലുതായി വേറൊരു കൽപ്പനയുമില്ല. ഈ രണ്ട് കൽപ്പനകളിൽ സകല ന്യായ പ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. കർത്താവിൽ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ഏറ്റവും പരിശുദ്ധ വചനം കേൾപ്പാനും കർത്താവിൻ്റെ ശരീരക്തങ്ങളെ കൈക്കൊള്ളുവാനും നാം ഒരുമിച്ച് അടുത്തു വന്നിരിക്കുന്നു. അതിനാൽ നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്ത് വിശ്വാസത്തോടും അനുതാപത്തോടും അവങ്കിലേക്ക് സമീപിക്കുന്നതിന് ദൈവകൃപ അന്വേഷിക്കാം. ദൈവസന്നിധിയിൽ നമ്മുടെ മുട്ടുകളെ മടങ്ങിയിരിക്കുമ്പോൾ തന്നെ നമ്മിൽ വന്നുപോയ കുറവുകളെയും വീഴ്ചകളെയും ദൈവമുമ്പാകെ നമുക്ക് ഏറ്റുപറഞ്ഞ് അനുദപിക്കാം. പ്രത്യേകമായിട്ട് ഒരു നോമ്പിൻ്റെ അനുഭവത്തിലൂടെ ഞാൻ നിങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ ദൈവസന്നിധിയിലേക്കുള്ളൊരു മടക്കം, ശരിയായ അനുതാപത്തെ നമ്മുടെ ജീവിതത്തിൽ സാധ്യമാക്കി നൽകണമേ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ ചിന്തകളിൽ, നമ്മളുടെ ഇടപാടുകളിലൊക്കെ വന്നുപോയ കുറവുകളെ അവിടുന്ന് ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് ഏറ്റുപറയാം. നിങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് നേരായും താല്പര്യമായും മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ കൂട്ടുകാരോട് പ്രിയവും സ്നേഹവുമായിരുന്നു ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ടും മേലാൽ അവൻ്റെ വിശുദ്ധ വഴികൾക്കൂടെ നടന്നുകൊണ്ടും പുതിയ ജീവിതം നയിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്ന നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം അവനോട് പുതുതായി നിരപ്പാക്കപ്പെടേണ്ടതിന് സർവശക്തനായ ദൈവത്തോട് താഴ്മയായി നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുവീൻ. സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ നിനക്ക് ഞങ്ങളുടെ അയൽക്കാർക്ക് വിരോധമായി പാപം ചെയ്തിരിക്കുന്ന ഏറ്റുപറയുന്നു. ഞങ്ങൾ പ്രകാശത്തിലല്ലായിട്ടുള്ള അത്രയും നടന്നിരിക്കുന്നത് ഞങ്ങൾ കർത്താവിൻ്റെ നാമം ഉച്ചരിക്കുന്നെങ്കിലും ഞങ്ങൾ അനീതി വിട്ടാകുന്നിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. യേശുക്രിസ്തു ഞങ്ങളുടെ സകല പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ വെടിപ്പാക്കണമേ. ഞങ്ങളുടെ മനസ്സാക്ഷികൾ ഉണർത്തണമേ. മറ്റുള്ളവരോട് ഹൃദയപൂർവ്വം ക്ഷമിപ്പാൻ തക്ക പ്രാപ്തി ഞങ്ങൾക്ക് നൽകണമേ. നിന്റെ നാമത്തിന് മഹത്വത്തിനായി ജീവന്റെ പുതുക്കത്തിൽ മേലാൽ നിന്നെ സേവിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. സത്യമായി ക്രിസ്തുവിൽ കൂടെ തങ്കിലേക്ക് തിരിയുന്ന എല്ലാവരോടുമുള്ള ദൈവത്തിൻ്റെ കൃപാമൊഴി കേൾപ്പിൻ.
അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ക്രിസ്തുവേശു പാപികളെ രക്ഷിക്കുവാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ആകുന്നു. മനഃപൂർവമായ മനസ്സാന്തരത്തോടും സത്യാവിശ്വാസത്തോടും തങ്ങളിലേക്ക് തിരിയുകയും തങ്ങളുടെ സഹോദരോട് ക്ഷമിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും പാപമോചനം നൽകുമെന്ന് തൻ്റെ മഹാകരുണയാൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സ്വർഗസ്ഥ പിതാവായ സർവശക്തിയുള്ള ദൈവം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നിങ്ങളോട് കരുണയുണ്ടായി നിങ്ങളുടെ സകല പാപങ്ങളും ക്ഷമിച്ച് അവയിൽ നിങ്ങളെ വിടുവിച്ച് സകല നന്മയിലും ഉറപ്പിച്ച് ബലപ്പെടുത്തി നിങ്ങളെ നിത്യജീവങ്കിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ഉയർപ്പിന് മുൻപ് 5-ാം ഞായറാഴ്ചത്തേക്കുള്ള അപേക്ഷ. ജീവരക്ഷാബന്ധങ്ങൾ ഉണ്ടാകുവാൻ ക്രിയാത്മകവും പ്രവർത്തനനിരതവുമായ കൂട്ടായ്മ ബന്ധങ്ങളിലേക്ക് ഞങ്ങളെ വിളിച്ചിരിക്കുന്ന ജീവൻ ഉറവിടമായ ദൈവമേ, സൗഖ്യദായക ചാലകങ്ങളായി രോഗികളെ ആശ്വസിപ്പിക്കുവാനും ബലഹീനരെ താങ്ങുവാനും ആവശ്യത്തിലിരിക്കുന്നവർക്ക് നല്ല അയൽക്കാരായിരിക്കാനും ജീവദായക വിശ്വാസം ഞങ്ങളിൽ പകരണമേ. സമൂഹത്തിൽ അഗണ്യമാക്കപ്പെട്ടിരിക്കുന്നവരോട് പക്ഷം ചേർന്ന് ഞങ്ങളുടെ സമസൃഷ്ടങ്ങളെ നിങ്ങളിലേക്ക് നയിക്കുന്നവരായിരിക്കാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. നിന്നോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന ആ പ്രത്യേക സങ്കീർത്തനം 72-ാം സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. 72-ാം സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. ദൈവമേ, രാജാവിന് നിന്റെ ന്യായവും രാജകുമാരന് നിന്റെ നീതിയും നൽകണമേ. നീതിയാൽ പർവ്വതങ്ങളിലും കുന്നുകളിലും ജനത്തിന് സമാധാനം വിളയട്ടെ. സൂര്യചന്ദ്രന്മാരുള്ള കാലത്തോളം അവർ തലമുറയായി നിന്നെ ഭയപ്പെടട്ടെ. അവന്റെ കാലത്ത് നീതിമാന്മാർ കഴിക്കട്ടെ. ചന്ദ്രനുള്ളിടത്തോളം സമാധാന സമൃദ്ധി ഉണ്ടാകട്ടെ. മരുഭൂമിയിൽ വസിക്കുന്നവർ അവന്റെ മുമ്പിൽ വണങ്ങട്ടെ. അവന്റെ ശത്രുക്കൾ പൊടിമണ്ണ് നക്കട്ടെ. സകല രാജാക്കന്മാരും അവനെ നമസ്കരിക്കട്ടെ. സകല ജാതികളും അവനെ സേവിക്കട്ടെ. എളിയവനെയും ദരിദ്രനെയും അവൻ ആദരിക്കും. ദരിദ്രന്മാരുടെ ജീവനെ അവൻ രക്ഷിക്കും. അവൻ ജീവിച്ചിരിക്കും. ശെബ പൊന്ന് അവന് കാഴ്ച കൊണ്ടുവരും. അവന് വേണ്ടി എപ്പോഴും പ്രാർത്ഥന കഴിക്കും. ഇടപെടാതെ അവനെ അനുഗ്രഹിക്കും. അവന്റെ നാമം എന്നേക്കും ഇരിക്കും. അവന്റെ നാമം സൂര്യനുള്ളിടത്തോളം നിലനിൽക്കും. മനുഷ്യർ അവന്റെ പേർ ചൊല്ലി അന്യോന്യം അനുഗ്രഹിക്കും. സകല ജാതികളും അവനെ ഭാഗ്യവാൻ എന്ന് പറയും.
അവൻ്റെ മഹത്വമുള്ള നാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഭൂമി മുഴുവനും അവൻ്റെ മഹത്വം കൊണ്ട് നിറയുമാറാകട്ടെ. ആമേൻ, ആമേൻ. ഇശായി പുത്രനായ ദാവീദിൻ്റെ പ്രാർത്ഥനകൾ അവസാനിച്ചിരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. വിശുദ്ധ സുവിശേഷം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 17 മുതൽ 26 വരെയുള്ള ദൈവ തിരുവചനങ്ങളെ കേൾപ്പീൻ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 17-ാം വാക്യം മുതൽ. അവൻ ഒരു ദിവസം ഉപദേശിക്കുമ്പോൾ ഗലീലയിലും യഹൂദയിലുമുള്ള സകല ഗ്രാമത്തിൽ നിന്നും യെരുശലേമിൽ നിന്നും വന്ന പരീശന്മാരും ന്യായശാസ്ത്രിമാരും അവിടെ ഇരുന്നിരുന്നു. സൗഖ്യമാക്കുവാൻ കർത്താവിൻ്റെ ശക്തി അവനോട് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ചില ആളുകൾ പക്ഷവാതം പിടിച്ച ഒരു മനുഷ്യനെ കിടക്കയിൽ എടുത്തുകൊണ്ട് വന്നു. അവനെ അകത്ത് കൊണ്ടുചെന്ന് അവൻ്റെ മുൻപിൽ വെപ്പാൻ ശ്രമിച്ചു. പുരുഷാരം ഹേതുവായി അവനെ അകത്ത് കൊണ്ടുചെല്ലുവാൻ വഴി കാണാഞ്ഞിട്ട് പുരമേൽ കയറി ഓടു നീക്കി അവനെ കിടക്കയോടെ നടുവിൽ യേശുവിൻ്റെ മുൻപിൽ ഇറക്കി വെച്ചു. അവരുടെ വിശ്വാസം കണ്ടിട്ട് അവൻ, മനുഷ്യ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ശാസ്ത്രിമാരും പരീശന്മാരും ദൈവദൂഷണം പറയുന്ന ഇവനാർ? ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നവൻ ആർ എന്ന് ചിന്തിച്ച് തുടങ്ങി. യേശു അവരുടെ ചിന്തകളെ അറിഞ്ഞ് അവരോട്, നിങ്ങൾ ഹൃദയത്തിൽ ചിന്തിക്കുന്നത് എന്ത്? നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്ക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പം എന്ന് ചോദിച്ചു. എങ്കിലും ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷവാതക്കാരനോട്, എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവർ കാണുകെ അവൻ എഴുന്നേറ്റ് താൻ കിടന്ന കിടക്കയെടുത്ത് ദൈവത്തെ മഹത്വീകരിച്ചും കൊണ്ട് വീട്ടിലേക്ക് പോയി. എല്ലാവരും വിസ്മയം പൂണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ഭയം നിറഞ്ഞവരായി തീർന്നു. ഇന്ന് നാം അപൂർവ കാര്യങ്ങളെ കണ്ടു എന്ന് പറഞ്ഞു. ഇത് നമ്മുടെ കർത്താവിൻ്റെ ജീവൻ നൽകുന്ന സുവിശേഷം. ക്രിസ്തുവേ, നിനക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. തലകളെ വണക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായി യഹോവേ, അടിയൻ്റെ വായിലെ വാക്കുകളും അടിയങ്ങളെ ഓരോരുത്തരുടെയും ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദകരമായിരിക്കുമാറാകണമേ. എല്ലാവർക്കും ഇരിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. മനോഹരമായ ഒരു ദിനത്തിൻ്റെ പ്രഭാതത്തിൽ നമുക്ക് ഇത്രയും പേർക്ക് ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കിയതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 2021 2-ാം മാസവും നമ്മെ വിട്ട് കടന്നു പോവുകയാണ്. അതിവേഗം മിനിറ്റുകളും മണിക്കൂറുകളും ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും പിന്നിടുമ്പോൾ മനുഷ്യ ജീവിതത്തിൻ്റെ ആയുസ് കുറഞ്ഞു കുറഞ്ഞു വരുന്നു എന്നുള്ള യാഥാർത്ഥ്യം നാം ജീവിതത്തിൽ മറന്നു പോകരുത്. നമ്മെ സംബന്ധിച്ച് ഒരു നോമ്പിൻ്റെ അനുഭവങ്ങളിലൂടെ നാം മുൻപോട്ട് പോകുമ്പോൾ എത്രത്തോളം ദൈവത്തിങ്കിലേക്കുള്ള ഒരു മടക്കം നമ്മുടെ ജീവിതത്തിൽ സാധ്യമായി തീർന്നു എന്ന് നമ്മെ തന്നെ വിചിന്തനം ചെയ്യുവാൻ നമുക്കിടയായിത്തീരണം. ഈ നോമ്പിൻ്റെ ആരംഭ ആരാധനയിൽ പ്രിയ വർക്കീയൻ ഓർമ്മിപ്പിച്ചു, ദൈവത്തിങ്കിലേക്കുള്ള ഒരു മടക്കമാണ് നോമ്പിൻ്റെ യഥാർത്ഥ അർത്ഥം എന്ന് നമ്മെ സൂചിപ്പിച്ചു. തീർച്ചയായിട്ടും അപ്രകാരമുള്ള
ഒരു മടക്കം ഈ നോമ്പിൻ്റെ അവസാനം അല്ലെ നോമ്പ് പൂർത്തീകരിക്കപ്പെടുമ്പോൾ സാധ്യമായി തീരുവാനായിട്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം ജീവരക്ഷാദായക വിശ്വാസം എന്നുള്ളത്, ദ ലൈഫ് സേവിങ് ഫെയ്ത്ത് എന്നുള്ളതാണ് ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം. അല്ലെങ്കിൽ വിശ്വാസം, അത് നമ്മുടെ ജീവനെ രക്ഷിക്കുന്ന അനുഭവം എന്നുള്ള തരത്തിൽ നമുക്കതിനെ ഒന്ന് മാറ്റി വായിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. 4 വേദഭാഗങ്ങളാണ് നാം അതിനോട് ചേർത്ത് നാം വായിക്കുന്നത്. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 7 വരെയുള്ള വേദഭാഗം. അതുപോലെ തന്നെ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 12 മുതൽ 16 വരെയുള്ള വേദഭാഗവും. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 17 മുതൽ 26 വരെയുള്ള വേദഭാഗം. വിശ്വാസം എന്ന വാക്കിനെ കുറിച്ച് നമ്മോട് ചോദിച്ചാൽ പലപ്പോഴും നാം പറയും, എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നാം വായിക്കുന്ന പ്രകാരം വിശ്വാസം എന്നത് എന്താണ് എന്നുള്ളത് നമ്മുടെ ഒക്കെ വാക്കുകൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. എന്നാൽ വിശ്വാസം എന്ന് പറഞ്ഞാൽ നമുക്കതിനെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കാനായിട്ട് സാധിക്കുന്നത്? നമ്മുടെ ജീവിതമായിട്ട് നമുക്ക് എങ്ങനെയാണ് അതിനെ ചേർക്കുവാനായിട്ട് സാധിക്കുന്നത്? എന്തിനാണ് നാം വിശ്വസിക്കുന്നത്? എന്തുകൊണ്ടാണ് നാം വിശ്വസിക്കുന്നത്? എങ്ങനെയാണ് നാം വിശ്വസിക്കുന്നത്? ഈ 3 ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരം കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. എന്തിനാണ് നാം വിശ്വസിക്കുന്നത്? എന്തുകൊണ്ടാണ് നാം വിശ്വസിക്കുന്നത്? എങ്ങനെയാണ് നാം വിശ്വസിക്കുന്നത്? യഥാർത്ഥമായിട്ട് നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്, അല്ലാതെ മറ്റൊന്നുമില്ല. കർത്താവായ യേശു ക്രിസ്തുവിലാണ് നാം വിശ്വസിക്കുന്നത്. എന്തുകൊണ്ടാണ് വിശ്വസിക്കുന്നതെന്ന് ചോദിച്ചാൽ, ആ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലാണ് എൻ്റെ വിശ്വാസം പണിതിരിക്കുന്നുള്ളതുകൊണ്ട്. എങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നതെന്ന് ചോദിച്ചാൽ, എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ ഞാൻ ഈ ക്രിസ്തുവിനെ അടുത്തറിഞ്ഞതുകൊണ്ടാണ് എൻ്റെ വിശ്വാസം രൂപപ്പെട്ടത്, അല്ലെങ്കിൽ എൻ്റെ വിശ്വാസം വളരുന്നത് എന്നുള്ളതും നാം മനസ്സിലാക്കണം. അങ്ങനെയെങ്കിൽ ഇന്നത്തെ വേദഭാഗം വിശ്വാസം എന്ത് എന്ന് ഉള്ള ചെറിയ ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെച്ച് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട്, മരണത്തിൽ നിന്നും ജീവനിലേക്ക് കൈപിടിച്ചുയർത്തുന്ന ഒരു വിശ്വാസം. മരണത്തിൽ നിന്നും ജീവൻ്റെ അനുഭവത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്ന വിശ്വാസം. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വേദഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ മരണതുല്യമായ ജീവാവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ മരണതുല്യമായ ഒരു അവസ്ഥയിലേക്ക് തള്ളപ്പെട്ട് ജീവങ്കിലേക്ക് മടങ്ങി വന്ന ഒരു നിർധന കുടുംബത്തെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുക. എലീശ പ്രവാചകന്റെ ശിഷ്യന്മാരിൽ ഒരുവനായിരുന്ന ഒരു കുടുംബനാഥൻ, ഗൃഹനാഥൻ, അദ്ദേഹത്തിൻ്റെ വേർപാടിലൂടെ ആ കുടുംബം അനുഭവിക്കുന്ന വലിയൊരു മാനസിക സംഘർഷമാണ് ആ വേദഭാഗത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ജീവിതകാലം മുഴുവൻ ഈ പ്രവാചകന്റെ പിന്നാലെ നടന്ന് ആ കുടുംബനാഥനെ കുറിച്ച് ഈ ഭാര്യ പ്രവാചകന്റെ അടുക്കൽ വന്ന് പരിതപിക്കുകയോ പരിഭവപ്പെടുകയോ ചെയ്യുകയല്ല, മറിച്ച് അവൾ കടന്നു വന്ന് എലീശ പ്രവാചകനോട് പറയുകയാണ് ഇവൻ യഹോവ ഭക്തനായിരുന്നു എന്ന് ഓർമ്മിപ്പിക്കുക. ഈ വേദഭാഗത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. എലീശ പ്രവാചകന്റെ അടുക്കൽ പ്രവാചക ശിഷ്യന്മാരിൽ ഒരുവനായിരുന്നവൻ്റെ ഭാര്യ കടന്നു വന്ന് പറയുന്നു, പ്രവാചകനെ, ഇവൻ യഹോവ ഭക്തനായിരുന്നു എന്ന് നീ ഓർക്കണമേ. കാരണം എന്തെന്ന് ചോദിച്ചാൽ, അവളുടെ വീട്ടിൽ അവൾ നേരിടുന്നൊരു വലിയ മാനസിക സംഘർഷത്തിൽ നിന്നുകൊണ്ടാണ് ഈ സ്ത്രീ പ്രവാചകന്റെ അടുക്കിലേക്ക് കടന്നു വരുന്നത്. കാരണം തനിക്ക് ആശ്രയമായിരുന്ന ഭർത്താവ് നഷ്ടപ്പെട്ടു. ഇനിയുള്ളത് 2 മക്കളാണ്. ഈ 2 മക്കളെ കടം കയറി വീട്ടുവാൻ വകയില്ലാത്തത് കൊണ്ട് കടം നൽകിയവർ അവരെ അടിമകളായിട്ട് പിടിച്ചുകൊണ്ട് പോകുവാനായിട്ട് ശ്രമിക്കുക. അതിനെക്കുറിച്ച് വേദപുസ്തകത്തിൽ, ലേവ്യ പുസ്തകത്തിലൊക്കെ നമുക്ക് കാണാം.
അപ്പോൾ ആ ഒരു സമ്പ്രദായം നിലവിലിരുന്ന ഒരു 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 പശ്ചാത്തലത്തിൽ ഈ സ്ത്രീ വളരെ വേദനയോട് കടന്നു വരിക. കാരണം ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ അവളുടെ ആശ്രയം നഷ്ടപ്പെട്ടു, ഭർത്താവ് നഷ്ടപ്പെട്ടു, അത്താണിയാകേണ്ട 2 മക്കളെ അടിമകളായിട്ട് പിടിച്ചുകൊണ്ട് പോകുവാനായിട്ട് ഒരുങ്ങുകയാണ്. അപ്പോൾ ആ ഒരു സ്ഥിതിയിൽ അവളെ സംബന്ധിച്ച് എന്താണ് അവളുടെ മുമ്പിലുള്ള ഒരു വഴി? അവൾ ഓടി വന്ന് പ്രവാചകന്റെ അടുക്കിലേക്ക് സമീപിക്കുക, അല്ലെ പ്രവാചകനെ വന്ന് സമീപിക്കുന്ന ഒരു സ്ത്രീയെ നമുക്ക് കാണാം. അവളുടെ ഉള്ളിൽ നേരത്തെ ഒരു വിശ്വാസം എവിടെയോ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ്. പ്രവാചകന്റെ അടുക്കിലേക്ക് കടന്നു വരുമ്പോൾ അവൻ യഹോവയുടെ ദാസനാണ്, അവനിലൂടെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു വഴി തെളിയും, എനിക്ക് ഒരു പരിഹാരമുണ്ടാകുമെന്ന് ചിന്തിക്കുന്ന ഒരു സ്ത്രീ. ഞാൻ ഈ വേദഭാഗം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് തോന്നിയ ഒരു ചിന്ത, നമ്മളുടെ ഈ ഒരു കാലഘട്ടമായിരുന്നെങ്കിൽ നാം എന്തായിരിക്കും ചെയ്യുക? നമ്മുടെ ജീവിതത്തിൽ ഒരു ആശ്രയം നഷ്ടപ്പെട്ടു, അത്താണിയാകേണ്ടവൻ നഷ്ടപ്പെട്ടു, അതിന് മുഖാന്തരം ഉണ്ടാകുന്ന മാനസിക സംഘർഷം വലുതായിക്കൊണ്ടിരിക്കുന്നു. ഈ ജീവിതത്തിലെ പ്രശ്നങ്ങളെ, സാമ്പത്തികമായ ബാധ്യതകളെ പരിഹരിക്കുവാൻ ഒരു നിവൃത്തിയും ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നാം എന്ത് ചെയ്യും? നാം എങ്ങനെയായിരിക്കും അതിനെ അഭിമുഖീകരിക്കുന്നത്? ഈ കാലഘട്ടമാണെങ്കിൽ ഞാൻ പറയും, ആത്മഹത്യയെക്കുറിച്ച് ആയിരിക്കും നമ്മളുടെ പ്രഥമമായുള്ള ചിന്ത എന്ന് പറയുന്നത്. ഇനിയും ഒരു പരിഹാരവും ഇല്ല എന്ന് വരുമ്പോൾ തീർച്ചയായിട്ടും ആദ്യം ചിന്തിക്കുക ആത്മഹത്യയെക്കുറിച്ചാണ്. ഇനി മുൻപോട്ട് പോകുവാൻ ഒരു നിവൃത്തിയുമില്ല, അതുകൊണ്ട് ജീവൻ അവസാനിപ്പിക്കാം, അങ്ങനെയെങ്കിൽ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഓടി ഒളിക്കുവാനായിട്ട് എനിക്ക് സാധിക്കും എന്ന് ചിന്തിക്കുന്ന ഒരു ചിന്താഗതി. എന്നാൽ ഈ സ്ത്രീ ഓടി വന്ന് പ്രവാചകനെ സമീപിച്ച് പ്രവാചകനോട് തൻ്റെ ദയനീയ അവസ്ഥകൾ പറയുകയാണ്. എന്നാൽ ഇവിടെ പ്രവാചകന്റെ സമീപനം വളരെ വ്യത്യസ്തമാണ്. പണ്ട് നമ്മൾ പറയാറുണ്ട്, വിശക്കുന്നവന് ആദ്യം ആഹാരമാണ് കൊടുക്കേണ്ടത്, പിന്നെ മതി ഉപദേശമെന്ന് നമ്മൾ പറയാറുണ്ട്. ഇവിടെ എന്നാൽ പ്രവാചകന്റെ അടുക്കിലേക്ക് ഓടി വന്ന് അവളുടെ സാമ്പത്തിക പരാധീനതകൾ പറയുമ്പോൾ ആ പരാധീനതയിൽ അവളെ പണം കൊടുത്ത് സഹായിക്കുകയല്ല പ്രവാചകൻ ചെയ്യുന്നത്, മറിച്ച് അവൾക്ക് ചില നിർദ്ദേശങ്ങൾ നൽകി അവളെ പറഞ്ഞയക്കുന്ന ഒരു പ്രവാചകനെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ പ്രവാചകൻ അവളോട് നിർദ്ദേശങ്ങളെ നൽകിയപ്പോൾ അതിനോട് പരിഭവിക്കാതെ അത് അനുസരിക്കാമെന്നുള്ള ഒരു നിശ്ചയത്തോടു കൂടി പ്രവാചകൻ്റെ അടുക്കൽ നിന്ന് മടങ്ങിപ്പോകുന്ന ഒരു സ്ത്രീയെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. തുടർന്ന് സംഭവിച്ചത് നമുക്കറിയാം. അവൾ വീട്ടിലേക്ക് മടങ്ങിച്ചെന്ന് പ്രവാചകൻ പറഞ്ഞതുപോലെ അയൽപക്കക്കാരിൽ നിന്നും മറ്റും ലഭ്യമായ ഇടങ്ങളിൽ നിന്നൊക്കെയും വെറും പാത്രങ്ങൾ അവൾ ശേഖരിച്ചു. ആ പാത്രങ്ങൾ ശേഖരിച്ച് അവൾ വീട്ടിനുള്ളിൽ കടന്ന്, മക്കളോടൊപ്പം വീടിനുള്ളിൽ കടന്ന് മുറിയടച്ചു. അവൾ എണ്ണ പകരുവാനായിട്ട് തുടങ്ങി. അവൾ വാങ്ങിച്ചു കൊണ്ടുവന്ന, കടം വാങ്ങിച്ചു കൊണ്ടുവന്ന എല്ലാ പാത്രങ്ങളും നിറച്ച് മാറ്റുകയാണ്. ഒടുവിൽ ഇനി പാത്രം അവശേഷിക്കുന്നില്ല എന്നുള്ള സ്ഥിതി വന്നപ്പോഴേക്കും അതിലെ എണ്ണ വറ്റിപ്പോയി എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവൾ ഓടി വന്ന് പ്രവാചകനോട് പറഞ്ഞു, സംഭവിച്ചതെല്ലാം പറഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞത്, നീ പോയി ആ എണ്ണ വിറ്റ് ഉപജീവനം കഴിച്ച് നിൻ്റെ കടം വീട്ടി സന്തോഷമായി ഇഷ്ടകാലം ജീവിക്കുവാനായിട്ടാണ് പ്രവാചകൻ അവളോട് പറയുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ പറയുവാൻ ആഗ്രഹിച്ചത്, പ്രവാചകൻ്റെ വാക്കുകൾ വിശ്വസിച്ചനുസരിച്ചതിലൂടെ അവൾ കടം വീട്ടുക മാത്രമല്ല, ജീവിതകാലം മുഴുവൻ സുഭിക്ഷമായി ജീവിക്കുന്നതിന് ഇടയായി തീർന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ കാലഘട്ടത്തിൻ്റെ ഒരു വലിയ ക്രൈസ്തവ ഭാവമാണ്. എങ്ങനെയാണ് ക്രിസ്തുവിൽ, അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞത്, എന്താണ് നമ്മുടെ വിശ്വാസം, എങ്ങനെയായിരിക്കണം നമ്മുടെ വിശ്വാസം, എന്തുകൊണ്ടാണ് നാം വിശ്വസിക്കുന്നത് എന്നുള്ള 3 ചോദ്യം അതുകൊണ്ടാണ് പ്രാരംഭത്തിൽ ചോദിച്ചത്. എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഈ വിശ്വാസം വളർത്തുവാനായിട്ട് ഇടയായി? ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളും തകർച്ചയുടെ അനുഭവങ്ങളും കടന്നു വരുമ്പോൾ ആദ്യം ആത്മഹത്യയെക്കുറിച്ച് ജീവിതം അവസാനിപ്പിക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മോട് ഈ വേദഭാഗം നമ്മോട് സംസാരിക്കുകയാണ്. ജീവിതത്തിൽ ആത്മഹത്യകളല്ല ഒന്നിൻ്റെയും അവസാനം എന്ന് പറയുന്നത്, മറിച്ച് അതിന് മുൻപിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു ദൈവം സ്വർഗത്തിൽ ജീവിക്കുന്നു എന്നുള്ള വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിൽ സകലത്തിൻ്റെയും പരിഹാരം എന്നുള്ളത് നാം മറന്നു പോകരുത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു വലിയ ദൈവിക കരുതലിന് മുഖാന്തരമായി തീർന്ന ഒരു കുടുംബത്തെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ മരണം മാത്രം മുൻപിൽ നിന്നിരുന്ന ഒരു കുടുംബം
അവർ ദൈവസന്നിധിയിൽ ഓടി വരുവാനായിട്ട് ഇടയായി തീർന്നപ്പോൾ, ദൈവസന്നിധിയിൽ ഉള്ള അവളുടെ വിശ്വാസത്തെയും അല്ലെങ്കിൽ ദൈവസന്നിധി ദൈവിക വാക്കുകളോട് അവൾ അനുസരണമുള്ളവളായി തീർന്നപ്പോൾ ദൈവം അവളുടെ ജീവിതത്തിൽ ഇടപെട്ട് ഒരു വലിയ ജീവന സമൃദ്ധി അവൾക്ക് ലഭിക്കുന്നതിന് ഇടയായി തീർന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കാം. രണ്ടാമതായിട്ട് വിശ്വാസത്തിൻ്റെ രണ്ടാമതൊരു തലത്തിൽ കുറിച്ച് നമുക്ക് ചിന്തിപ്പാൻ സാധിക്കുന്നത് ശാരീരിക സൗഖ്യം നൽകുന്ന വിശ്വാസത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. ശാരീരിക സൗഖ്യം ലഭിക്കുന്ന വിശ്വാസം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 12 മുതൽ 16 വരെയുള്ള വേദഭാഗം നാം വായിക്കുമ്പോൾ അവിടെ 1-ാം നൂറ്റാണ്ടിലെ സഭയുടെ അല്ലെങ്കിൽ ആദിമ സഭയുടെ വിശ്വാസത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പരാമർശിക്കുന്ന ഒരു വേദഭാഗമായിട്ട് നമുക്കതിനെ കാണുവാനായിട്ട് സാധിക്കും. അവിടെ അപ്പോസ്തലന്മാർ അവരുടെ ശുശ്രൂഷകളെ നിവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരുടെ ഇടയിലേക്ക് അനേകം ജനങ്ങൾ കടന്നു വരിക. കാരണം ഈ അപ്പോസ്തലന്മാരിൽ അവർ മുഖാന്തരം ഒട്ടനവധി അത്ഭുതങ്ങളും സൗഖ്യങ്ങളും ഒക്കെ നടക്കുന്നുവെന്ന് അറിഞ്ഞപ്പോൾ ജനമൊക്കെ ഒഴുകി അവരുടെ അടുക്കിലേക്ക് കടന്നു വരികയാണ്. അവരുടെ അടുക്കിലേക്ക് വരുന്ന ഒരു ജനത്തെ പോലും നിരാശരായിട്ട് പറഞ്ഞയക്കുവാൻ അവർക്ക് സാധിക്കുന്നില്ല. മറിച്ച് അവരുടെയൊക്കെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ഒരു അപ്പോസ്തലന്മാരെ നമുക്ക് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളെ ശുശ്രൂഷകളെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. വളരെ ശ്രദ്ധേയമായിട്ടുള്ളത് അത് ആ വാക്യത്തിൽ അതിൻ്റെ 15-16 വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ്. അപ്പോസ്തലന്മാരുടെ നിഴലെങ്കിലും വീണാൽ രോഗികൾക്കും ഭൂതഗ്രസ്തർക്കും സൗഖ്യം ലഭിക്കുമെന്ന ആഴമേറിയ വിശ്വാസം പ്രകടിപ്പിക്കുന്ന ജനത്തെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുക. കാരണം ജനം തിങ്ങി തിരക്കി ഇടിക്കുകയാണ് സൗഖ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ അവർക്ക് വിടുതലിന് വേണ്ടി. അവരേറ്റവും അവസാനം അവർ ആഗ്രഹിക്കുകയാണ്, ഈ അപ്പോസ്തലന്മാരുടെ ഒരു നിഴലെങ്കിലും ഞങ്ങളുടെ മേൽ വീണാൽ ഞങ്ങൾക്ക് സൗഖ്യം വരും എന്ന് ചിന്തിക്കുന്ന ഒരു ജനത്തെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. സുവിശേഷ വേദഭാഗത്തിൽ നമ്മൾ ഇതുപോലെ ചിന്തിക്കുന്ന ഒരു സ്ത്രീയെ നമുക്കറിയാം. 12 സംവത്സരമായിട്ട് രക്തസ്രവം ബാധിച്ച ഒരു സ്ത്രീ. അവൾ എന്താ ചെയ്യുന്നത്? ജനക്കൂട്ടത്തിൽ നിന്ന് യേശു കർത്താവ് നിൽക്കുമ്പോൾ കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ അഗ്രം തൊട്ട് സൗഖ്യം പ്രാപിച്ച സ്ത്രീ. അവൾ ചിന്തിക്കുന്നത്, ആ ക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൻ്റെ അഗ്രമെങ്കിലും എനിക്ക് തൊടുവാൻ സാധിച്ചാൽ എനിക്ക് സൗഖ്യം വരും എന്ന് ചിന്തിക്കുന്ന ഒരു സ്ത്രീയെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുക. പ്രിയമുള്ളവരെ, ഇവിടെ ഒരു ജനം പ്രകടിപ്പിക്കുന്ന അവരുടെ വിശ്വാസത്തിൻ്റെ ഒരു വലിയ പ്രഭാവത്തെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ക്രിസ്തുവിലൂടെ ഞങ്ങൾക്ക് സൗഖ്യം ലഭിക്കുമെന്ന് ചിന്തിക്കുന്ന ഒരു ജനസമൂഹം. ക്രിസ്തുവിലുള്ള ശരിയായ വിശ്വാസത്താൽ എൻ്റെ ജീവിതത്തിലെ പരിമിതികളെ എനിക്ക് മറികടക്കുവാനായിട്ട് സാധിക്കും. എൻ്റെ ജീവിതത്തിലെ രോഗാവസ്ഥകളുടെ മധ്യത്തിൽ എനിക്ക് സൗഖ്യം അനുഭവിക്കുവാനായിട്ട്, എനിക്ക് ആശ്വാസം അനുഭവിക്കുവാനായിട്ട് സാധിക്കും എന്ന് ചിന്തിക്കുന്ന ഒരു വലിയ വിശ്വാസ സമൂഹത്തെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുകയാണ്. തീർച്ചയായിട്ടും അപ്പോസ്തലന്മാർ നൽകിയ സൗഖ്യം അവരുടെ പുറമേയുള്ള സൗഖ്യം മാത്രമല്ല. അതിൻ്റെ 14-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, അനേകർ കർത്താവിൽ വിശ്വസിച്ച് കർത്താവിനോട് ചേർന്നു എന്ന് പറയുന്നു. അനേകർ കർത്താവിൽ വിശ്വസിച്ച് സഭയോട് ചേർന്ന ഒരു വലിയ സുവിശേഷ ദൗത്യമാണ് അപ്പോസ്തലന്മാരിലൂടെ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ അപ്പോസ്തലന്മാരുടെ വീര്യപ്രവർത്തികൾ മുഖാന്തരം അനേകരെ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്തുവാനായിട്ട് അവർക്ക് ഇടയായി തീർന്നു എന്നുള്ളതും നാം മനസ്സിലാക്കണം. കഴിഞ്ഞ ആഴ്ച നാം സൗഖ്യദായക ഞായറായിട്ട് നാം പ്രത്യേകമായിട്ട് ആചരിച്ചു. അന്ന് ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരു മനുഷ്യ ശരീരത്തിൽ രോഗം എന്ന് പറയുന്നത് അത് നമ്മുടെ സാധാരണമായ ഒരു കാര്യം. എല്ലാ രോഗങ്ങളും സൗഖ്യമാകണമെന്നില്ല, അല്ലെങ്കിൽ എല്ലാ രോഗങ്ങളും നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കെല്ലാം സൗഖ്യം ലഭിക്കുമെന്നതിന് അർത്ഥമില്ല. മറിച്ച് നാം ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ അത് സൗഖ്യം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കും. അതൊരു പക്ഷേ ശാരീരികമായ സൗഖ്യമാകാം, അല്ലെങ്കിൽ മാനസികമായ സൗഖ്യമാകാം, അല്ലെങ്കിൽ ആത്മീയമായ സൗഖ്യമാകാം. പുറമേ നാം കാണുന്ന സൗഖ്യം നമുക്ക് ലഭിച്ചില്ലെങ്കിൽ പോലും ഒരുപക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവം നമുക്ക് നൽകുന്ന ഒരു സൗഖ്യത്തെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതാണ് നമ്മൾ 2 കൊരിന്ത്യർ 12-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ള വേദഭാഗത്തിൽ അന്ന് വായിച്ചു കേട്ടത്. പൗലോസ് പറയുകയാണ്, നമ്മൾ ചിന്തിക്കും പൗലോസ് ജീവിതത്തിൽ ഒരു കുറവുകളും ഇല്ലാതിരുന്ന ഒരു മനുഷ്യനാണ് നമ്മൾ ചിന്തിക്കും. അല്ല, പൗലോസ് എന്ന് പറഞ്ഞാൽ നമ്മെപ്പോലെ തന്നെ രോഗങ്ങളുടെ ഒരു വലിയ കൂമ്പാരവും വഹിച്ചുകൊണ്ട് ജീവിച്ച ഒരു മനുഷ്യനാണ്. പൗലോസ് തന്നെ പറയുകയാണ്, ജഡത്തിൽ ഒരു വലിയ ശൂലം ദൈവം എനിക്ക് തന്നിരിക്കുന്നു. വേദന അസഹ്യമായ ഒരു വലിയ രോഗം പേറി ജീവിച്ച ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ പറയുകയാണ്, യഹോവയോട് ഞാൻ 3 വട്ടം അപേക്ഷിച്ചു സൗഖ്യത്തിന് വേണ്ടി.
എന്നാൽ ദൈവം എനിക്ക് സൗഖ്യം തന്നില്ല, മറിച്ച് എൻ്റെ ദൈവം എന്നോട് പറഞ്ഞ എന്താ, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, വിശ്വാസത്തിൻ്റെ വലിയ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മുടെ വിശ്വാസങ്ങൾ മുഖാന്തരം പുറമേ നാം കാണുന്ന സൗഖ്യങ്ങളോ അത്ഭുത രോഗശാന്തികളോ എന്നുള്ളതല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. മറിച്ച് വിശ്വാസങ്ങൾ മൂലം ഇതും സംഭവിക്കും. എന്നാൽ അതിനപ്പുറത്തേക്ക് ആത്യന്തികമായിട്ട് നമ്മളുടെ ഉള്ളിലും ആ വലിയ സാമീപ്യവും ആ വലിയൊരു ആശ്വാസവും സൗഖ്യം നൽകുവാൻ ദൈവം മതിയായവനാണ്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിലുള്ള സകല ദൈവിക പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനം എന്നുള്ളത് നാം മറന്നു പോകുവാനായിട്ട് ഇടയായിത്തീരരുത്. മൂന്നാമതായിട്ട് ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ളത്, ജീവൻ്റെ പൂർണ്ണത നൽകുന്ന വിശ്വാസത്തെ നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കണം. ജീവൻ്റെ പൂർണ്ണത നൽകുന്ന ഒരു വിശ്വാസം. ഇന്ന് നാം വായിച്ച ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 17 മുതൽ 26 വരെയുള്ള വേദഭാഗങ്ങൾ നാം കാണുന്നത് അത് തന്നെയാണ്. അവിടെ ചലനമറ്റ ഒരു ശരീരത്തിന് കരുത്തും ചൈതന്യവും നൽകി ജീവിതത്തിലേക്ക് നയിക്കുന്ന ഒരു സംഭവമാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഒരുപക്ഷെ ആ മനുഷ്യൻ്റെ ജീവിത അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ പക്ഷാഘാതം വന്ന ഒരു മനുഷ്യൻ, ചലനമറ്റ ഒരു ശരീരവുമായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ്റെ ശരീരത്തെ വഹിക്കുന്ന 4 പേരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. കിടക്കയോടുകൂടി അവനെ എടുത്തുകൊണ്ട് നടക്കുകയാണ്. ചലനമറ്റ ഈ മനുഷ്യനെ കിടക്കയോടെ എടുത്തുകൊണ്ട് നടത്തുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന ഈ 4 പേരെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുക. പലയിടങ്ങളിലും അവർ ചിലപ്പോൾ ഒരുപക്ഷെ ഈ മനുഷ്യനെ കൊണ്ട് സൗഖ്യത്തിനായിട്ട് കൊണ്ടു നടന്നിട്ടുണ്ടാവും. പലയിടങ്ങളിൽ ഈ മനുഷ്യനെ കൊണ്ടു നടന്ന് ഒരുപക്ഷെ വൈദ്യന്മാരെ കാണിക്കുവാനായിട്ടും മരുന്നുകളും ഒക്കെയുമായിട്ട് ഓടി നടന്നവർ ഒടുവിൽ അവർ അറിയുകയാണ്, യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വരുന്നവർക്ക് സൗഖ്യം ലഭിക്കുന്നു എന്ന് അറിയുന്ന ഈ 4 പേർ. അവർ ഏറെ കടമ്പകൾ കടന്നാണ് ഈ യേശു കർത്താവിൻ്റെ മുൻപിലേക്ക് ഒന്ന് ഇറക്കി വയ്ക്കുന്നത്. വായിക്കുമ്പോൾ ഒരുപക്ഷെ ഒരു വാക്യം കൊണ്ട് നാം വളരെ വേഗത്തിൽ മറികടന്നു പോകുന്ന ഒരു സന്ദർഭം. പക്ഷേ ആ ഒരു സന്ദർഭത്തിലേക്ക് അല്ലെങ്കിൽ യേശു കർത്താവിൻ്റെ മുൻപിലേക്ക് വരുവാൻ എത്രമാത്രം പരിശ്രമം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കണം. അവർ ആ വീടിനെ സമീപിച്ചപ്പോൾ വലിയ ജനത്തിരക്ക് കാരണം അവർക്ക് ആ വീടിന് മുൻപിൽ പോലും എത്തുവാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. അവർ ചെയ്യുന്നത് ആ വീടിൻ്റെ മുകളിൽ കയറി അതിൻ്റെ മേൽക്കൂര മാറ്റി അതിനൊരിടമുണ്ടാക്കി അതിലൂടെ യേശു കർത്താവിന് മുൻപിലേക്ക് കിടക്കയോടുകൂടി ഈ മനുഷ്യനെ ഇറക്കി വയ്ക്കുന്ന ആ 4 പേരുടെ വിശ്വാസത്തിൻ്റെ ആ ഒരു വലിയ ആഴമാണ്. അതായത് ആ യേശു കർത്താവിന് മുൻപിലേക്കൊന്ന് ഇറക്കി വയ്ക്കുവാൻ എനിക്കൊരു പഴുത് കിട്ടിയാൽ, യേശു കർത്താവിന് മുൻപിലേക്കൊന്ന് ഇറക്കി വെക്കുവാൻ എനിക്ക് സാധിച്ചാൽ ഈ മനുഷ്യന് സൗഖ്യം വരുമെന്ന് ചിന്തിക്കുന്ന ആ 4 പേരുടെ ആഴമേറിയ വിശ്വാസം, ഉറച്ച വിശ്വാസമാണ് ഈ മനുഷ്യന് സൗഖ്യം ലഭിക്കുന്നതിനിടയായി തീർന്നത് എന്ന് ആ വേദഭാഗത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. യേശു കർത്താവ് അവനെ സൗഖ്യമാക്കുന്നത് അവൻ്റെ പാപത്തെയാണ്. അവൻ്റെ പാപത്തെ യേശു കർത്താവ് സൗഖ്യമാക്കുമ്പോൾ, അല്ലെങ്കിൽ അവൻ്റെ പാപമാണ് അവൻ്റെ ബലഹീനതയുടെ അടിസ്ഥാന കാരണം എന്ന് മനസ്സിലാകുന്ന ക്രിസ്തു അവന് പാപമോചനവും സൗഖ്യവും നൽകി അവനെ ജീവൻ അനുഭവത്തിലേക്ക്, അല്ലെങ്കിൽ ജീവൻ്റെ ഒരു പൂർണ്ണത, ഒരു ചൈതന്യം അവൻ്റെ ജീവിതത്തിൽ നൽകിക്കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കാം. അപ്രകാരം യേശു നൽകിയ ഈ സൗഖ്യത്തിലൂടെ ഒരു പുതിയ ജീവിതത്തിൻ്റെ ആരംഭം ഈ മനുഷ്യനിൽ കുറിക്കപ്പെടുന്നതിന് ഇടയായി തീർന്നു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. പ്രിയമുള്ളവരെയും, എൻ്റെയും നിങ്ങളുടെയും വിശ്വാസ ജീവിതത്തിൽ ഈ നോമ്പിൻ്റെ അനുഭവത്തിലൂടെ സാധ്യമായി തീരേണ്ടത് ഈ ഒരു വിശ്വാസത്തിൻ്റെ അടിത്തറകളെ ഉറപ്പിക്കുന്ന അനുഭവങ്ങളാണ്. എൻ്റെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് എൻ്റെ വിശ്വാസങ്ങളെ റിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മളൊന്ന് പുനഃപരിശോധിക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ നാം ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾക്ക് പരിഹാരം ഉണ്ടാവണമെന്ന് ചിന്തിക്കുന്ന പിടിവാശിക്കാരാണ് പലപ്പോഴും ഞാനും നിങ്ങളും. ഒരു രോഗം എൻ്റെ ജീവിതത്തിൽ വന്നാൽ അത് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എനിക്ക് സൗഖ്യം വരണമെന്ന് പലപ്പോഴും ആഗ്രഹിക്കുകയും പിടിവാശി കാണിക്കുന്നവരാണ് ഞാനും നിങ്ങളും. ഓർക്കുക, എൻ്റെ ഹിതത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ദൈവമല്ല, മറിച്ച് ദൈവം തൻ്റെ ഹിതത്തിനനുസൃതമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് വേദപുസ്തകത്തിൽ ഉടനീളം കാണുവാനായിട്ട് സാധിക്കുന്നത്. പൗലോസ് ദൈവസന്നിധിയിൽ ആഗ്രഹിച്ചതാണ് തനിക്ക് ഈ വേദനയിൽ നിന്നൊരു വിടുതൽ. ദൈവം അവനോട് പറഞ്ഞത്, ഈ വേദനയിൽ നിന്ന് ഉള്ള വിടുതലല്ല ഞാൻ നിന്നിലൂടെ ആഗ്രഹിക്കുന്നത്, മറിച്ച് ഈ വേദനകളുടെ മധ്യത്തിലും നീ ദൈവത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുന്ന അനുഭവങ്ങളെ മറ്റുള്ളവർ കാണുന്ന, സാക്ഷിക്കുന്ന അനുഭവങ്ങളാണ്
നിന്നിലൂടെ സാധ്യമായി തീരേണ്ടത് എന്നാണ് ദൈവം പൗലോസിനോട് പറഞ്ഞത്. പ്രിയമുള്ളവരെ, ക്രൈസ്തവ വിശ്വാസ സമൂഹമാകുന്ന ക്രിസ്തുവിനെ പിൻപറ്റുന്ന ഞാനും നിങ്ങളും അപ്രകാരം ഒരു ഉറച്ച വിശ്വാസത്തെ രൂപപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരണം. ഈ 4 ചെറുപ്പക്കാർ അവർ നമ്മുടെ മുമ്പിൽ ഒരു ദൃഷ്ടാന്തമാണ്. ഒരു സഭയുടെ അംഗങ്ങളായിട്ട് ദൈവം എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുമ്പോൾ ഇവിടെ ഈ 4 ചെറുപ്പക്കാരുടെ വിശ്വാസം ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ ഒന്നാകെ രൂപാന്തരപ്പെടുത്തുന്നതിന്, അവന് ജീവൻ്റെ സമൃദ്ധി അനുഭവിക്കുന്നതിനിടയായി തീർന്നുവെങ്കിൽ പാരമ്പര്യ ക്രൈസ്തവ വിശ്വാസികളാകുന്ന എൻ്റെയും നിങ്ങളുടെയും വിശ്വാസ ജീവിതത്തിൽ എത്രത്തോളം മറ്റുള്ളവർക്ക് ഈ സൗഖ്യത്തിന് അനുഭവങ്ങളെ നൽകുവാൻ, മറ്റുള്ളവർക്ക് ഈ വിശ്വാസത്തിൻ്റെ പ്രഭാവത്തെ പകർന്നു നൽകുവാനായിട്ട്, മറ്റുള്ളവർക്ക് ഈ വെളിച്ചത്തിൻ്റെ അനുഭവങ്ങളെ പകർന്നു നൽകുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട് എന്ന് സ്വയം ശോധന ചെയ്യുവാനായിട്ട് ഇടയായി തീരണം. അതുകൊണ്ട് ഈ നോമ്പിൻ്റെ നാളുകൾ പൂർത്തീകരിക്കപ്പെടുമ്പോൾ പ്രിയമുള്ളവരെ, ഞാൻ ആദ്യം ചോദിച്ച 3 ചോദ്യത്തിലേക്ക് വീണ്ടും കടന്നു വരട്ടെ. എന്താണ് നമ്മുടെ വിശ്വാസം? എങ്ങനെയാണ് നമ്മുടെ വിശ്വാസം? എന്തുകൊണ്ടാണ് ഈ വിശ്വാസം? ഈ വിശ്വാസങ്ങളെ ക്രിസ്തുവിലാണ് നാം വിശ്വസിക്കുന്നത്. നമ്മുടെ ജീവിത അനുഭവങ്ങളിലൂടെയാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിത്തറകൾ നാം ഉറപ്പിച്ചു കൊണ്ടുവരുന്നത്. അതുകൊണ്ട് അനുദിനമുള്ള നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ ഈ ക്രിസ്തുവിനോടൊത്തുള്ള ഒരു ജീവിതം സാധ്യമായി തീരുവാനായിട്ട് ജീവിതത്തിൻ്റെ ഏത് അനുഭവങ്ങളായിക്കൊള്ളട്ടെ അവിടെയൊക്കെ ക്രിസ്തുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും സഹായിക്കുമാറാവട്ടെ. ആമേൻ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സർവ്വബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. നിൽക്കുമ്പോൾ തന്നെ നിത്യ വിശ്വാസ പ്രമാണം നമുക്ക് ചേർന്ന് ചൊല്ലാം. സർവശക്തിയുള്ള പിതാവായി ആകാശവും ഭൂമിയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായുള്ള സകലത്തെയും സൃഷ്ടവനായ ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകജാതനായി പുത്രനായി യഥാവായ യേശുക്രിസ്തുവിനെ ഞാൻ വിശ്വസിക്കുന്നു. അവൻ സർവ്വലോകങ്ങൾക്കും വേദന പിതാവിൽ ജനിപ്പിക്കപ്പെട്ടവൻ, ദൈവത്തിൽ നിന്ന് ദൈവം, പ്രകാശത്തിന് പ്രകാശം, സത്യവത്തിൽ നിന്ന് സത്യവം, ജനിപ്പിക്കപ്പെട്ടവനുണ്ടാകപ്പെട്ടവനല്ല, പിതാവിനുടെ ഏകത്വമുള്ളവൻ, അവനാൽ സകലമുണ്ടായി. മനുഷ്യരായി നമുക്ക് നമ്മുടെ രക്ഷിക്കാൻ വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധാത്മാവിനാൽ കന്നിമറിയുന്ന ഒരു മനുഷ്യനായി തീർന്നു. പിലാത്തോസ്തുകൾ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു, കഷ്ടപ്പെട്ടു, അടക്കപ്പെട്ടു, സ്വർഗത്തിലേക്ക് കയറി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. ജീവനുള്ളവരെയും മരിച്ചവരെയും ഞാൻ വിധിപ്പാൻ മുഹൂർത്തത്തോടെ വീണ്ടും വരും. അവൻ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. കർത്താവ് ജീവിപ്പിക്കുന്നവനും പിതാവിന്റെ പുത്രനും പുറപ്പെടുന്നവനും പിതാവിനോട് പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട മഹത്വപ്പെടുന്നവനും കാതോലിക അപ്പോസ്തലികമായ ഏകവിശുദ്ധ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാവമോചന വ്യക്തിസ്മയെ ഞാൻ അനുസരിക്കുന്നു. മനുഷ്യപുനരുത്ഥാനത്തിനും കാത്തിരിക്കുന്നു. ആമേൻ. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് തലകളെ വണക്കാം. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് തലകളെ വണക്കാം. മനോഹരമായ ഒരു പ്രഭാതത്തിൽ ദൈവസന്നിധിയിലേക്ക് ചേർന്ന് വരുവാൻ തക്കവണ്ണം ദൈവം നമുക്കിട നൽകിയത് ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അത്ഭുതകരമായും അതിശയകരമായും ദൈവം നമ്മെ നടത്തി. ജീവിതത്തിൽ ദൈവിക ഇടപെടൽ ആവോളം അനുഭവിപ്പാൻ ദൈവം കഴിഞ്ഞ ഒരാഴ്ചക്കാലം നമുക്കിട നൽകിയത് ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവിക കരുതൽ നമ്മോട് കൂടെ ഇരുന്ന്, പ്രത്യേകിച്ച് ഒരു രോഗവ്യാപനത്തിൻ്റെ മധ്യത്തിലും ദൈവം നമ്മെ എല്ലാവരെയും സുരക്ഷിതരായി വഴി നടത്തിയത് ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രത്യേകമായിട്ട് കോവിഡിൻ്റെതായ പ്രയാസങ്ങൾ ബാധിച്ച് ആശുപത്രികളിലും ഭവനങ്ങളിലുമായിട്ട് വിശ്രമിക്കുന്ന എല്ലാവരെയും നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, നിരുമക്കൾക്ക് അവിടുന്ന് ആശ്വാസവും സൗഖ്യവും നൽകണമേ. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. എത്രയും വേഗം ഈ കോവിഡിൻ്റെതായ രോഗഭീതികളെ വിട്ടൊഴിഞ്ഞ് ഞങ്ങളുടെ ദേശം മുക്തമായി സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതാനുഭവത്തെ പ്രാപ്യമായി തീരുവാൻ ദൈവമേ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ ആരാധനയിൽ
പങ്കുചേരുന്ന എല്ലാവരും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറന്ന ദൈവസന്നിധിയിൽ ഞങ്ങൾ ആരാധിക്കുമ്പോൾ ഞങ്ങളുടെ ആരാധനകൾ കർത്താവെ സൗരഭ്യവാസനയായി അവിടുന്ന് സ്വീകരിച്ച് ഞങ്ങളുടെ ആരാധനയിൽ കർത്താവെ അങ്ങ് പ്രസാദിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ആ ദൈവിക കൃപയും നിറവും ആവോളം അനുഭവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നാം കേട്ട വചനത്തെ ദൈവകരങ്ങളിൽ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ജീവൻ നൽകുന്ന ഒരു വലിയ വിശ്വാസം, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലും ഞങ്ങളെ വഴി നടത്തുന്ന വിശ്വാസത്തിൻ്റെ പ്രഭാവങ്ങൾ ഞങ്ങളുടെ ജീവിതാനുഭവങ്ങളിലൂടെ അനേകരിലേക്ക് പകരപ്പെടുന്ന വിശ്വാസത്തിൻ്റെ പ്രഭാവലയങ്ങളെ ദൈവമേ വിപുലപ്പെടുത്തുവാനും അനേകർക്ക് അനുഭവിപ്പാനും തക്കോണം അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അനേകരുടെ ജീവിതാനുഭവങ്ങളിലൂടെ വിശ്വാസങ്ങളുടെ പ്രകടനങ്ങളെ കാണുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിച്ചു. ഞങ്ങളുടെയും ജീവിതത്തിൽ കർത്താവ് ഞങ്ങൾ ആർജിച്ച വിശ്വാസം അത് വൃഥാവായി പോകുവാൻ ദൈവം ഇടയാക്കരുത് എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അനേകർക്ക് ആശ്വാസമായി തീരുവാനും അനേകർക്ക് ഞങ്ങളുടെ വിശ്വാസങ്ങൾ ഒരു കരുത്തായി മാറുവാൻ, അതിലുപരി ഞങ്ങൾക്കും ഈ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ക്രിസ്തുവിനെ പ്രസാദം കരയേറ്റിക്കൊണ്ട് കർത്താവെ ഈ ലോകത്തിൽ സാക്ഷ്യമുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നോമ്പിൻ്റെ അനുഭവങ്ങളിൽ ഞങ്ങളുടെ വിശ്വാസങ്ങളെ ബലപ്പെടുത്തുവാൻ, ശക്തിപ്പെടുത്തുവാൻ, ക്രിസ്തുവിലുള്ള ആഴമേറിയ വിശ്വാസങ്ങളെ ഉറപ്പിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയെ ദൈവസന്നിധിയിൽ ഓർക്കാം. നമ്മുടെ സഭയിലെ എല്ലാ ഭവനങ്ങളെയും ദൈവസന്നിധിയിൽ നമുക്ക് ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഒരുമിച്ച് കടന്നു വരുവാൻ സാധിക്കുന്നില്ലെങ്കിലും വിവിധയിടങ്ങളിലായിട്ട് ചിതറിപ്പാർക്കും നമ്മുടെ വിശ്വാസ സമൂഹത്തെ ഒന്നാകെ ദൈവസന്നിധിയിലേക്ക് ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരെയും ദൈവമേ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവരുടെ ആവശ്യങ്ങളിൽ, അവരുടെ ഭാരങ്ങളിൽ, അവരുടെ എല്ലാ കാര്യാദികളിലും ദൈവത്തിൻ്റെ കൃപയും കരുതലും ആവോളം അനുഭവിപ്പാൻ അവരെ അവിടെ നിന്ന് ഒരുക്കണമേ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ യുവതലമുറയെ ദൈവസന്നിധിയിൽ ഓർക്കാം, നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിൽ ഓർക്കാം. പ്രത്യേകിച്ച് ഒരു പരീക്ഷാകാലത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രവേശിക്കുന്നു. കർത്താവേ, പോയ വർഷത്തെ ഒട്ടേറെ പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ച് നിൻ്റെ കുഞ്ഞുങ്ങൾ അത്യധ്വാനം ചെയ്ത് പഠനമൊക്കെ പൂർത്തീകരിച്ച് പരീക്ഷകൾക്കായിട്ട് ഒരുങ്ങുമ്പോൾ ദൈവമേ അവരുടെ ബുദ്ധി അവിടുന്ന് പ്രകാശിപ്പിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ പരിശ്രമങ്ങളെ അങ്ങ് മാനിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അനുഗ്രഹത്തോടെ പരീക്ഷകളെ പൂർത്തീകരിച്ച് നല്ല മാർക്കുകളോടെ വിജയിച്ച് തങ്ങളുടെ ഭാവി ഭദ്രമാക്കുവാൻ ഞങ്ങളെ കുഞ്ഞുങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പലവിധമായ രോഗങ്ങളിലും ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലും വാർദ്ധക്യ സഹജമായ ഏകാന്തതയിലുമായിരിക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ദൈവസന്നിധി തലകളെ വണക്കിയിരിക്കുന്ന നമ്മ എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് പരമേൽപ്പിച്ചുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഒരു നിമിഷം മൗനമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. സകല ജ്ഞാനത്തിൻ്റെയും ഉറവയാകും ദൈവമേ, ഞങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങൾ നീ ഗ്രഹിച്ചിരിക്കുന്നു. ചോദിക്കുന്നതിലുള്ള ഞങ്ങളുടെ അജ്ഞതയും നീ അറിയുന്നു. ഞങ്ങളുടെ അയോഗ്യത മൂലം പല കാര്യങ്ങൾ നിന്നോട് ചോദിപ്പാൻ ഞങ്ങൾ തുനിയുന്നില്ല. ഞങ്ങളുടെ അന്ധത മൂലം പല ആവശ്യങ്ങളും തിരുമുമ്പാകെ സമർപ്പിക്കുവാൻ കഴിയുന്നതുമില്ല. എന്നാൽ ഞങ്ങളുടെ ബലഹീനതകളിൽ മനസ്സലിവുണ്ടായി ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യോഗ്യത മൂലം ഞങ്ങൾക്ക് തരുവാൻ ഇഷ്ടമുണ്ടാകണമെന്ന്
ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. അപ്പം നുറുക്കൽ ശുശ്രൂഷയ്ക്കായി നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അപ്പം ഒന്നാകൊണ്ട് പലരായി നാം ഒരു ശരീരമാകുന്നു. നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൽ അംശികളാകുന്നുവല്ലോ. അർപ്പിക്കും. ഞാൻ കർത്താവിന് പാടി കീർത്തനം ചെയ്യും. സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെ അടയാളമാവുന്ന കൈസൂര്യ നമുക്ക് സ്വീകരിക്കാം. ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മോടുകൂടെ. ജ്ഞാനകീർത്തനങ്ങളിൽ 84-ാമത്തെ കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. ജ്ഞാനകീർത്തനങ്ങളിൽ 84-ാമത്തെ കീർത്തനം. ഈ കീർത്തനം പാടുന്ന സമയത്ത് നമുക്ക് സ്തോത്ര വഴിപാടുകൾ മുമ്പിലേക്ക് കടന്നു വന്ന് അർപ്പിക്കാവുന്നതാവുന്നു എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. കീർത്തനം 84. Oh
നാം അർപ്പിച്ചതായിട്ടുള്ള വഴിപാടുകളെയും നമ്മയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നിന്റെ പ്രിയപുത്രന്റെ രക്തത്താൽ നിന്റെ കൃപാസനത്തിലേക്കുള്ള വഴിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പരിശുദ്ധ പിതാവേ, അവൻ മുഖാന്തരം അയോഗ്യരായി ഞങ്ങൾ നിങ്ങളിലേക്ക് അടുത്തു വരുന്നു. സ്വർഗത്തിലും ഭൂമിയിലുള്ളതെല്ലാം നിനക്കുള്ളതല്ലോ. നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തരുന്നതേയുള്ളൂ. ഞങ്ങളെയും ഞങ്ങളുടെ ഈ ദാനങ്ങളെയും അങ്ങ് കൈക്കൊണ്ട് അങ്ങയുടെ മഹത്വത്തിനായി ഉപയോഗിക്കണമെന്ന് താഴ്മയായി ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. മുട്ടുകളെ മടക്കി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവേ, ശ്രേഷ്ഠ മഹാപുരോഹിതനായുള്ളവേ, നിന്റെ ശിഷ്യന്മാരുടെ നടുവിൽ നീ സന്നിഹിതനായിരുന്നത് പോലെ ഞങ്ങളുടെ മധ്യത്തിലും വന്ന് ഒപ്പം നിൽക്കുന്നത് നിന്നെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമെന്ന് പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുവീൻ. നമ്മുടെ ദൈവമായ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. പരിശുദ്ധ കർത്താവേ, സർവശക്തനായ പിതാവേ, നിത്യദൈവമേ, ഞങ്ങളെല്ലാ കാലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നത് ഏറ്റവും യുക്തവും ന്യായവും ഞങ്ങൾ ചെയ്യേണ്ടുന്ന മുറയുമാകുന്നു. നിന്റെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു മൂലമായിട്ട് തന്നെ അവൻ മുഖാന്തരം നീ ആകാശത്തെയും ഭൂമിയെയും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കി മനുഷ്യനെ നിന്റെ സ്വന്തം സാദൃശ്യത്തിൽ നിർമ്മിക്കുകയും ചെയ്തു. അവൻ പാപത്തിൽ വീണപ്പോൾ പുതു സൃഷ്ടിയുടെ അതിഫലമാകേണ്ടതിന് അവനെ വീണ്ടെടുക്കുകയും ചെയ്തു. അതുകൊണ്ട് ദൈവന്മാരോടും പ്രധാന ദൈവന്മാരോടും സ്വർഗത്തിലെ സർവസംഘത്തോടും കൂടെ ഞങ്ങളെപ്പോഴും നിന്നെ സ്തുതിച്ചും സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, അങ്ങേക്ക് മഹത്വം ചൊല്ലി അങ്ങയുടെ മഹത്തുള്ള നാമത്തെ പുകഴ്ത്തിയും മഹത്വപ്പെടുത്തുന്നു. ആമേൻ. കർത്താവിന്റെ നാമത്തിൽ വന്നവനും പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. സ്വർഗസ്ഥ പിതാവേ, നീ സത്യമായി പരിശുദ്ധനാകുന്നു. നീ സത്യമായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. മനുഷ്യവർഗത്തോടുള്ള നിന്റെ ആർദ്ര സ്നേഹം കൊണ്ട് നിന്റെ ഏകപുത്രനായ യേശുക്രിസ്തുവിനെ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവത്തെ എടുപ്പാനും ഞങ്ങളുടെ വീണ്ടെടുപ്പിനായി കുരിശിന്മേൽ മരണം അനുഭവിപ്പാനും തന്നുവല്ലോ. അവനൊരിക്കലായി തന്നെ ഏകവഴിപാടായി അർപ്പിച്ചതിനാൽ സർവ്വലോകത്തിലെയും പാപങ്ങൾക്കായിട്ട് തികവായി പൂർണ്ണമായി മതിയാകുന്ന യാഗവും വഴിപാടും പ്രതിശാന്തിയും തികയ്ക്കുകയും താൻ വീണ്ടും വരുവോളം തൻ്റെ വിലയേറിയ മരണത്തെക്കുറിച്ച് ഇടപെടാതുള്ള ഓർമ്മയെ നിയമിക്കുകയും അതിനെ എപ്പോഴും ആചരിക്കണമെന്ന് തൻ്റെ വിശുദ്ധ സുവിശേഷത്തിൽ ഞങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തുവല്ലോ. അവൻ താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട ആ രാത്രിയിൽ തന്നെ അപ്പം എടുത്തു സ്തോത്രം ചൊല്ലി അതിനെ നുറുക്കി തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു പറഞ്ഞു, വാങ്ങി ഭക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ. അത്താഴം കഴിഞ്ഞതിന് ശേഷം അപ്രകാരം തന്നെ അവൻ പാനപാത്രം എടുത്തു സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ. എന്തെന്നാൽ നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തമാകുന്നു. നിങ്ങളത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ കൊണ്ടാടുന്നു, എളുപ്പനെ ഞങ്ങളേറ്റു പറയുന്നു. രണ്ടാമത്തെ വരെ ഞങ്ങൾ കാത്തിരിക്കുന്നു. ക്രിസ്തുവിന്റെ നിർമ്മഹത്വമുണ്ടാകട്ടെ. അതുകൊണ്ട് പിതാവേ, ഞങ്ങളുടെ കർത്താവായ നിന്റെ പുത്രന്റെ വിലയേറിയ മരണത്തെയും കഷ്ടപ്പാടിനെയും അവന് മഹത്വമുള്ള പുനരുത്ഥാനത്തെയും സ്വർഗാരോഹണത്തെയും ഓർത്തുകൊണ്ടും അവനിൽ നീ ഞങ്ങൾക്കായി സമ്പാദിച്ച പൂർണ്ണ വീണ്ടെടുപ്പിനായി ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്തുകൊണ്ടും
അവൻ കൽപ്പിച്ച പ്രകാരം അവൻ വരുവോളം അവൻ്റെ ഓർമ്മയ്ക്കായി നിർദാസരായി ഞങ്ങളിത് ചെയ്യുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ മഹിമപ്പെടുത്തുന്നു. കരുണയുള്ള പിതാവേ, ഞങ്ങളെയും നിന്റെ ദാനങ്ങളായ അപ്പത്തെയും വീഞ്ഞിനെയും നിന്റെ പരിശുദ്ധാത്മാവിനാൽ ശുദ്ധീകരിച്ച് ഞങ്ങൾ മുറിക്കുന്ന ഈ അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയും ഞങ്ങൾ വാഴ്ത്തുന്ന ഈ പാനപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയും ആകേണ്ടതിന് കൃപ നൽകണമെന്ന് ഞങ്ങൾ താഴ്മയായി അപേക്ഷിക്കുന്നു. അങ്ങനെ അവനിൽ യോജിപ്പിക്കപ്പെട്ട് ഞങ്ങളെല്ലാവരും വിശ്വാസത്തിൻ്റെ ഐക്യം പ്രാപിച്ച് ഞങ്ങളുടെ കർത്താവാകുന്ന മശിഹ എന്ന തലയാകുന്നവനിലേക്ക് സകലത്തിലും വളരേണ്ടതിന് കൃപ നൽകണമേ. അവൻ മൂലമായും അവനോടുകൂടെയും പരിശുദ്ധാത്മാവിൻ്റെ ഐക്യത്തിൽ സർവശക്തനായ പിതാവേ, നിനക്ക് സകല ബഹുമാനവും മഹത്വവും കാലാവസ്ഥാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. ആമീൻ. നമ്മുടെ രക്ഷിതാവായ ക്രിസ്തു ആജ്ഞാപിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത പ്രകാരം നാം ധൈര്യത്തോട് പ്രാർത്ഥിച്ചു ചൊല്ലുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കർത്താവിൻ്റെ വിശുദ്ധ മേശയിലേക്ക് കടന്നു വരുവാൻ നാം ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ സ്വന്തം നീതിയിൽ ആശ്രയിച്ചുകൊണ്ട് ഈ മേശയിലേക്ക് കടന്നു വരുവാൻ നാം ഒരിക്കലും യോഗ്യതയുള്ളവരല്ല. എന്നാൽ കർത്താവ് നമ്മുടെ പാപത്തെ നമ്മിൽ നിന്ന് തൻ്റെ ക്രൂശിലെ മരണത്താൽ നീക്കി മക്കളും അവകാശികളുമായി നമ്മെ സ്വീകരിച്ച് കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കുവാനായിട്ട് കർത്താവ് നമ്മെ ലോകത്തിലാക്കി വച്ചിരിക്കുമ്പോൾ പലപ്പോഴും നമ്മുടേതായിട്ടുള്ള ചിന്തകളുടെയും വിചാരങ്ങളുടെയും ആഗ്രഹങ്ങളുടെയൊക്കെ അനുഭവത്തിൽ നാം എല്ലാവരും ജീവിച്ചു പോയിട്ടുണ്ട്. വാക്കുകളിലും പ്രവൃത്തികളിലും ചിന്തകളിലും ഇടപാടുകളിലും എല്ലാം കുറവുകൾ വന്നു പോയിട്ടുണ്ട്. അതൊക്കെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ഏറ്റവും വിനയത്തോടെ ഏറ്റുപറയാം. അവൻ പാപത്തെ വെറുക്കുകയും പാപിയോട് ക്ഷമിക്കുകയും ചെയ്യുന്ന ദൈവമാകുന്നു. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റവും വിനയത്തോട് അനുതാപ ഹൃദയത്തോടെ നമ്മെ പൂർണ്ണമായി വിനയപ്പെടുത്തിക്കൊണ്ടും സമർപ്പിച്ചുകൊണ്ടും താഴ്വരുന്ന പ്രാർത്ഥന നമുക്ക് ചേർന്ന് ചൊല്ലാം. കരുണയുള്ള കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ പലവിധമായ വലിയ കരുണകളിലല്ലാതെ ഞങ്ങളുടെ സ്വന്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ മേശങ്ങളിലേക്ക് വരുവാൻ തുനിയുന്നില്ല. ഞങ്ങൾ അങ്ങയുടെ മേശകളിൽ വരുന്ന അപ്പം ചൊരുക്കൾ പോലും അനുഭവിപ്പാൻ യോഗ്യതയുള്ളവരല്ല. എന്നാൽ അങ്ങ് എപ്പോഴും കരുണ ചെയ്യുന്ന സ്വഭാവമുള്ള കർത്താവ് തന്നെയാകുന്നു. അങ്ങനെ കൃപയുള്ള കർത്താവേ, പാവശരീരങ്ങളും ആത്മാക്കളും ഇഷ്ടപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ ശരീരത്താലും രക്തത്താലും ശുദ്ധീകരിക്കപ്പെടുവാൻ ഞങ്ങളവരിലും അവൻ ഞങ്ങളുടെ എപ്പോഴും വസിപ്പാനും തക്കവണ്ണം ഞങ്ങൾ മാംസത്തെ ഭക്ഷിക്കുകയും രക്തത്തെ കുടിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് കൃപ തരണമേ. നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? ലോകത്തിൻ്റെ പാവത്തെ ചുമന്നിൽക്കുന്നതിനായ ദൈവത്തിന് ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ചില അറിയിപ്പുകൾ എല്ലാവരുടെയും ഓർമ്മയിലേക്ക് അറിയിക്കട്ടെ. എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 6 മണിക്ക് സന്ധ്യാ ആരാധനയും ധ്യാനവും ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെടുന്നുണ്ട്. കഴിവുള്ളിടത്തോളം ആളുകൾ ഈ സന്ധ്യാ ആരാധനയിൽ പങ്കെടുക്കുവാനായിട്ട് ശ്രമിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. വെള്ളിയാഴ്ച ദിവസം രാവിലെ 9 മണിക്ക് വിശുദ്ധ സംസർഗ ശുശ്രൂഷയോടുകൂടിയുള്ള ആരാധന ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെടുന്നതാകുന്നു. അതിലും എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാകണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. മറ്റൊരു കാര്യം ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ളത്, നമ്മുടെ യുവജനങ്ങൾ കൂടുതലായി ദേവാലയത്തിൽ ആരാധനയിൽ പങ്കെടുക്കുവാനായിട്ട് ശ്രമിക്കണം. അത് ഞങ്ങൾ അച്ഛന്മാർ യുവജനങ്ങളുമായിട്ട് സംസാരിക്കുന്നുണ്ട്. എന്നാൽ മാതാപിതാക്കളോട് ഇതിനൊരു മുൻകൈ എടുത്തെങ്കിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. നമുക്കറിയാം, ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ ദേവാലയത്തിൽ കടന്നു വരുന്നതിനൊക്കെ പരിമിതികളും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും എന്നാൽ ഇന്ന് അതിനൊക്കെ ധാരാളം അയവുകൾ വന്നിട്ടുണ്ട്.
മാത്രമല്ല യുവജനങ്ങൾ കൂടുതലായി ദേവാലയത്തിൽ കടന്നു വരേണ്ടതും ആവശ്യമാണ്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ദേവാലയത്തിൽ, പ്രത്യേകിച്ച് യുവജനങ്ങൾ ദേവാലയത്തിൽ കടന്നു വരുന്നതിന് വേണ്ടി അവരെ പ്രോത്സാഹിപ്പിക്കുവാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. നമ്മളൊരു സാമ്പത്തിക വർഷത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. മാർച്ച് മാസം 31-ാം തീയതിക്ക് മുമ്പായിട്ട് നമ്മുടെ മാസവരികൾ, പിടിയരി, ലേല കുടിശ്ശികളൊക്കെ കൊടുത്തു തീർക്കുവാനായിട്ട് എല്ലാവരും ശ്രമിക്കണം. എല്ലാവരും അത് മാർച്ച് 31 വരെ അതിനുവേണ്ടി കാത്തിരിക്കാതെ വണ്ണം ഈ ദിവസങ്ങളിലൊക്കെ അതിനുള്ള ക്രമീകരണങ്ങൾ ആരാധനയ്ക്ക് ശേഷം വെസ്ട്രിയിൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ മാസവരിയും പിടിയരി, ലേല കുടിശ്ശികളൊക്കെ എത്രയും വേഗത്തിൽ നൽകി തീർക്കുവാനായിട്ട് എല്ലാവരും ശ്രമിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ പാരിഷ് ഹാളിന് വേണ്ടിയിട്ട് വാഗ്ദാനം ചെയ്ത തുകകളും കഴിവുള്ളിടത്തോളം ഈ മാർച്ച് മാസം 31-ന് മുമ്പായിട്ട് കൊടുത്തു തീർക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളൊക്കെ പൂർത്തീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് എല്ലാവരുടെയും ഒരു സഹകരണം ഈ കാര്യത്തിൽ പ്രത്യേകമായിട്ട് ആവശ്യപ്പെടുന്നു. മറ്റൊരു കാര്യം ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ളത്, ഇടവദൂതൻ ഞാൻ എഴുതിയതായിട്ടുള്ള സമയത്ത് ഈ നോമ്പ് കാലഘട്ടങ്ങളിൽ ഒരു കുടുംബത്തിലെ ഓരോ വ്യക്തിയും 20 രൂപ വെച്ച് മാറ്റിവെച്ചാൽ 4 വ്യക്തികൾ ഒരുമിച്ച് വെക്കുമ്പോൾ ഏകദേശം 80 രൂപയോളം നമുക്ക് ഒരു ദിവസം ഒരു കുടുംബത്തിന് മാറ്റിവെക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരാഴ്ച നമ്മളത് മാറ്റിവെക്കുമ്പോൾ ഏകദേശം 560 രൂപ ഒരാഴ്ചയിൽ ലഭിക്കും. അതൊരു 40 ദിവസമാകുമ്പോൾ ഏകദേശം 3000-ലധികം രൂപയോളം നമുക്ക് അങ്ങനെ മാറ്റിവെക്കുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം, നമ്മുടെ വിജയം ഹോസ്പിറ്റലിനോടും പാലിയേറ്റീവ് കെയറിനോടും ചേർന്ന് ക്യാൻസർ സർവൈവേഴ്സ് ആൻഡ് ഫൈറ്റേഴ്സ് ഫെലോഷിപ്പ് നമ്മൾ കഴിഞ്ഞ നാളുകളിൽ, കഴിഞ്ഞ 3-4 വർഷങ്ങളായിട്ട് നമ്മൾ നടത്തുന്നുണ്ട്. അതിൽ ക്യാൻസർ രോഗികളുടെ തുടർ ചികിത്സയ്ക്കും അവരുടെ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സഹായം നൽകുകയും അവരുടെ ഒരു ഫെലോഷിപ്പ് ക്രമീകരിക്കുകയുമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇടവകയായിട്ട് നമുക്കങ്ങനെ ഒരു സപ്പോർട്ട് ചെയ്യുവാനായിട്ട് സാധിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുൻ കാലങ്ങളിലൊക്കെ വിവിധ ഇടവകളും വിദേശ ഇടവകളും ഒക്കെ സഹകരിച്ചാണ് ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ പള്ളം ഇടവകയുടെ ഭാഗമായിരിക്കുന്ന BJM ഹോസ്പിറ്റലിൻ്റെയും പാലിയേറ്റീവ് കെയറിൻ്റെയും ഒക്കെ പ്രവർത്തനങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് ആവശ്യമാണ്. നമുക്കങ്ങനെ ഞാനിപ്പോൾ ഓർമ്മിപ്പിച്ചതുപോലെ കുറച്ച് ഒരു 10 കുടുംബങ്ങൾ മാറ്റിവെച്ചാൽ തന്നെ 30,000-ലധികം രൂപ നമുക്ക് മാറ്റിവെക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു നല്ല തുക കണ്ടെത്തി അടുത്ത ക്യാൻസർ സർവൈവേഴ്സ് ആൻഡ് ഫൈറ്റേഴ്സ് ഫെലോഷിപ്പ് പള്ളം ഇടവകയുടെ നേതൃത്വത്തിൽ നടത്തുവാനും അത് അങ്ങനെ ക്യാൻസർ രോഗികളെ സഹായിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നുവെങ്കിൽ അത് ഏറ്റവും അനുഗ്രഹമായിരിക്കുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഇത് ആരുടെയും നിർബന്ധിക്കുന്ന ഒരു കാര്യമല്ല. താല്പര്യമുള്ളവർ കുഞ്ഞുങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുവാനായിട്ട് ശ്രമിക്കുന്നുവെങ്കിൽ അത് അനുഗ്രഹമായിട്ട് തീരും. അതുകൊണ്ട് താല്പര്യമുള്ള കുടുംബങ്ങളൊക്കെ അതിനുവേണ്ടി ശ്രമിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് ഈ സമയത്ത് ഓർമ്മിപ്പിക്കുന്നു. സർവശക്തനായ ദൈവം നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവേ, വീണ്ടും ഒരു ദിവസം കൂടെ അങ്ങേ ആരാധിപ്പാൻ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് അവസരം നൽകിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. വചനത്തിൽ ഞങ്ങൾ കേട്ടതുപോലെ കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം എന്താകുന്നു, ഞങ്ങളുടെ വിശ്വാസം എങ്ങനെയാകുന്നു, ഞങ്ങളുടെ വിശ്വാസത്തെ ഞങ്ങൾ എങ്ങനെ പരിപോഷിപ്പിക്കുന്നു എന്ന് കർത്താവെ ചിന്തിപ്പാൻ ഞങ്ങളെ ഇടയാക്കിയതോർത്ത് സ്തോത്രം. യേശു ക്രിസ്തു ആകുന്നു ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. ക്രൂശിൽ നിന്ന് കർത്താവെ ഉയർപ്പിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിച്ചതായിട്ടുള്ള ആ നാളുകളിൽ കർത്താവെ ഞങ്ങൾ ആയിരിക്കുമ്പോൾ പുതിയ പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും സമർപ്പണത്തിൻ്റെയൊക്കെ അനുഭവത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ഇടവകയിൽ പലവിധമായ രോഗത്തിൻ്റെയും ഭാരത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും പ്രതിസന്ധികളുടെ ഒക്കെ നടുവിൽ കഴിയുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. അവരെല്ലാം ഈ സമയത്ത് ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടവകയെ ഓർക്കുന്നു, ശുശ്രൂഷകളെ ഓർക്കുന്നു. കർത്താവെ, വിവിധമായിട്ടുള്ള ആവശ്യങ്ങളെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ ഉത്തമ സാക്ഷികളായി ഈ ലോകത്ത് ജീവിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. കൃപയിൽ ഞങ്ങളെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ യാത്രയിൽ ദൈവത്തോട് ചേർന്ന് ജീവിപ്പാൻ ഞങ്ങളെ സഹായിച്ചാട്ട്. സകല നന്മയിലും ഞങ്ങളെ ഉറപ്പിച്ച് ബലപ്പെടുത്തണം. ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശു ക്രിസ്തുവിൽ താഴോടിച്ചുപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമീൻ. നമ്മെ സൃഷ്ടിച്ച പിതാവായ ദൈവത്തിൻ്റെയും രക്ഷയിലേക്ക് നയിച്ച പുത്രനായ ദൈവത്തിൻ്റെയും നാൾ തോറും നമ്മെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവും ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യവും വാഴ്വുകളും നമ്മെല്ലാവരുടെയും കൂടെ ഇന്ന് നയിക്കും കാലാവസ്ഥാനം കൂടാതെ ഇരിക്കുമാറാകട്ടെ. ആമീൻ.